ഗൈസ്, ഇന്ന് ഞാനില്ലേ ഒരാളെ പരിചയപ്പെടാൻ പോവാ. അതാരാ നിങ്ങൾ തമ്മനടി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അത് വേറെ ആരുമല്ല, നമ്മുടെ ഷിൻചാനാണ്. അപ്പോൾ ഷിൻചാൻ നമ്മൾ കാണാൻ പോവാണ്. ഷിൻചാൻ ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നേരെ പോകാൻ തുടങ്ങുകയാണ്. നമുക്ക് തൽക്കാലം നമ്മുടെ KTM എടുത്തിട്ട് പോവാം. നമുക്കപ്പോൾ അല്ലേ നമ്മുടെ KTM എടുത്തിട്ട് പോവാം. ഈ KTM നൈസ് വണ്ടിയാണ് കേട്ടോ. ഇത് സാധാ KTM അല്ല, KTM RC ആണ്. RC നൈസ് വണ്ടിയാണ്, ഒരു രക്ഷ ഉണ്ടാവില്ല. നമ്മളപ്പോൾ ഇതിനാണ് അവൻ പിക്ക് ചെയ്യാൻ പോണത്. നമുക്കപ്പോൾ നേരെ എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിലാണ് ഫ്ലൈറ്റൊക്കെ വന്നിട്ടുള്ളത്. നമുക്കപ്പോൾ നേരെ പോവാം. അവൻ്റെ ഫ്ലൈറ്റ് വരാൻ കുറച്ച് ടൈം എടുക്കും, അത് വേറെ കാര്യം. ഓക്കെ, നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഫ്ലൈറ്റ് വെക്കുന്നുണ്ട്, മിക്കവാറും അതെടുക്കുമായിരിക്കും. നമുക്കപ്പോൾ ഇല്ലേ വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. എൻ്റെ അമ്മച്ചി, ഞാൻ അവിടെ തല അടിച്ചിക്കണേ. എൻ്റെ ആണല്ല, എന്തിപ്പോൾ ഉണ്ടായേ? ആ ഫ്ലൈറ്റ് എടുത്ത് പോയല്ലോ. ഓക്കെ, ഷിൻചാനെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ ഷിൻചാൻ വന്നിട്ടുണ്ട്. അല്ലാണ്ട് നീ എന്ത് വിചാരിച്ചത്? നമുക്കപ്പോൾ ഈ KTM RC തന്നെ പോവാം. നീ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ വണ്ടി കയറ്. എടാ, ആ വീടന്നെ എൻ്റെ വീട്. നീ അപ്പോൾ ഒരു കാര്യം ചെയ്യ്, ആ വീട്ടിൽ കയറ്. അന്നേരം എനിക്ക് ഞാനൊരു വലിയ സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നീ അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നേരെ ആ വീട്ടിക്കകത്ത് കയറി നോക്ക്. അത് ആക്ച്വലി വലിയൊരു വീടാണ്. ആക്ച്വലി എനിക്കപ്പോൾ ഞാൻ ആ വീട് കാണിച്ചു തരാം. ആടാ, ഞാൻ എന്താ പറഞ്ഞ നേരത്തെ? ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. നീ വേഗം പുറത്തേക്ക് പോവുക. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, ഇതാണ് ഡൈനിങ് ഏരിയ. നമുക്കിവിടെയൊക്കെ ആഹാരം കഴിച്ചൊക്കെ സംസാരിക്കാൻ പറ്റും. കൂടാതെ എനിക്ക് വലിയ സർപ്രൈസുകൾ കാത്തിരിക്കുന്നുണ്ട്. അതെന്താ ഞാനിപ്പോൾ കാണിച്ചു തരാം. നീയൊന്നും മിണ്ടാണെന്നാ, ഞാനപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബെഡ്റൂം. അവിടെ TV ഒക്കെ വെച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോണത് ജിം റൂമാ. ഇതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്കപ്പോൾ ആ വീഡിയോ പോവാം. ഒരു മിനിറ്റ്, അവനവിടെ പോയി. അവനിക്കാണ് കിടന്നുറങ്ങുന്നുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇവനോട് തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. ഇവൻ എന്തിനും ആൾക്കാരെ കിടന്നുറങ്ങുന്നത്? എൻ്റെ ചെവി അടിച്ച് പോവാ വീട്ടിട്ട്. എന്തിനോട്ടെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കൊന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് വരാം. ബാഗ് പിന്നെ വണ്ടിക്കകത്തുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കപ്പോൾ ഫുഡൊക്കെ മേടിച്ചിട്ട് വരാം, അതേ വഴിയുള്ളൂ. അല്ലാണ്ട് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക. അവൻ പിന്നെ 2.5 മണിക്കൂർ അവിടെ തന്നെ കയറുന്നു ഉറങ്ങിക്കൊണ്ടേയിരിക്കും. നമുക്കപ്പോൾ നമ്മുടെ ഹോട്ടലിൽ കയറി പോയിട്ട് ഭക്ഷണമൊക്കെ മേടിക്കാം. നമ്മളവിടെ ഭക്ഷണമൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെയാണ് ഒരു ബാഗിനകത്ത് ഭക്ഷണമൊക്കെ കയറ്റി വെച്ചു. ഇനി ഷിൻചാനെ ഭക്ഷണം കൊണ്ട് അവൻ്റെ അണ്ണാക്കി കുത്തിക്കയറ്റാം. അന്നേരം അവന് ഒന്നുകൂടെ ഉറങ്ങാൻ പറ്റൂ. അന്നേരം നമുക്കൊരു സന്തോഷമാവും. നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ബാഗൊക്കെ ഞാൻ എടുത്ത് വയ്ക്കട്ടെ. അതിനും ഞാൻ വണ്ടിയൊന്നും വയ്ക്കട്ടെ. ഓക്കെ, നമ്മൾ ഈ വണ്ടിയൊക്കെ ഇവിടെ വയ്ക്കാം. നമുക്ക് ഷിൻചാനെ വിളിക്കാം. അതെ ഷിൻചാനെ, ഞാൻ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗൈസ്, ഇവനവിടെ പോയി? ഇവൻ ഇവിടെ കിടന്നുറങ്ങണ്ടായല്ലോ. അവനെ ആരാണോ കൊണ്ടുപോയത്? നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒന്ന് മോളിൽ പോയി നോക്കി നോക്കാം. മോളിലില്ലല്ലോ. നമുക്കപ്പോൾ എല്ലാം നോക്കണം. എന്നെ വിളിക്കണ്ടോ? അണ്ണോ, ഞാൻ പറയണ്ട. താൻ ആരാണ്? എന്താ? അതെ, നിന്റെ അനിയനാണോ ഒരു മറ്റേ ഷിൻചാൻ? അതെ, എൻ്റെ അനിയൻ തന്നെ. എന്താ പറ്റിയേ? അതെ, ഞാനവനില്ലേ, ഞാൻ എൻ്റെ ആൾക്കാരും നൈസായിട്ട് അവനെ കിഡ്നാപ്പ് ചെയ്തു. എനിക്കിനി അവനെ വേണമെങ്കിലേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ചെയ്യാം. എന്താ ചെയ്യണ്ടേ? ഞാൻ എനിക്ക് 2 ടാസ്ക് പറഞ്ഞുതരും. ആ 2 ടാസ്കിന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനി അനിയൻ ജീവനോട് കിട്ടും. അപ്പോൾ നീ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ജയിൽ പുള്ളിന് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ജയിൽ പുള്ളി ഉണ്ട്, ആളെ നീ ഇറക്കണം. എന്നിട്ട് ആളെ എയർപോർട്ടിൽ കൊണ്ടുവിടണം. എന്നിട്ട് 2ാമത്തെ ടാസ്ക്, ഈ വീഡിയോ കാണുന്നവരും ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഷിൻചാനെ കിട്ടും. അഥവാ ലൈക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതിനുണ്ടാവില്ല. ഇയാളെന്നൊക്കെ പറയണത് ലൈക്ക് ചെയ്യാനാ, ഷെയർ ചെയ്യാനാ? അതിലോട്ടെ, നമുക്ക് നമ്മുടെ ഷിൻചാനെ വലുത്. നമുക്കപ്പില്ലേ നേരെ നമ്മുടെ രാജുവിൻ്റെ അടുത്തേക്ക് പോവാം. കാരണം രാജുവിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ
നമ്മൾ ഉറപ്പായിട്ടും ഇതാവും. നമുക്കപ്പം ഇല്ലേ നേരെ രാജുവിൻ്റെ വീട്ടിലേക്ക് പോവാം. അല്ലാണ്ടൊരു വഴിയൊന്നുമില്ല. രാജുവിന് ഒറ്റ ഒരുത്തനാ നമ്മളെ സഹായിക്കുള്ളൂ. രാജു ഇല്ലെങ്കിൽ എനിക്ക് തന്നെ ആരും ഉണ്ടാവില്ല. നമുക്ക് രാജുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിന്നില്ല വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. ഇതല്ലേ രാജുവിൻ്റെ വീട്. ഇതേപ്പത്തിൽ എൻ്റെ വീടായിരുന്നു. ഗതിയില്ലാത്തതുകൊണ്ട് ഞാൻ അവന് കൊടുത്തതാ. ഓക്കെ നമുക്കപ്പം ഇല്ലേ അവനെ വിളിക്കാം. രാജു ഇങ്ങോട്ട് വാടാ. ആളതാ വരുന്നു. എടാ നീ എന്താ ഇന്ന് രാവിലെ തന്നെ വന്ന? എന്താ പ്രശ്നം? എടാ അതെ എൻ്റെ അനിയനെ അതിൻ്റെ ഷിൻചനെ കാണുന്നില്ല. ഷിൻചാനാ? അതാരാ? എനിക്കറിയത്തില്ല അവനെ. പൊട്ടാ അനിയൻ എന്ന് പറയുമ്പോൾ നിനക്ക് അറിഞ്ഞറിയത്തില്ലെന്നാ. നമുക്കില്ലേ അവനെ കുറച്ച് ആൾക്കാർ കിഡ്നാപ്പ് ചെയ്തു. നമുക്കപ്പോൾ അവനെ രക്ഷിക്കണം. ആടാ ഞാനിപ്പില്ലേ നിന്റെ പൾസർ എടുത്തോ, ഒരു കുഴപ്പമില്ല. ആടാ ഞാൻ എൻ്റെ ബഡ്സ് എടുത്തോളാം. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പോയി ശീലമില്ല. നിന്റെ കൂടെ വരുമോ? നിന്നെ കൂടെ ഞാൻ വരണമെന്നാ? അത് അതിനിപ്പോ എന്താ, നിന്റെ അനിയനായതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാനിപ്പോ വരത്തില്ലായിരുന്നു. അതിനിപ്പോ അണിയുണ്ടായിട്ട് അടിക്കും. സ്വന്തം അനിയനല്ലേ. ആടാ സ്വന്തം അനിയൻ തന്നെ. നമുക്കപ്പോൾ അവനെ ഇറക്കണം. എടാ നമുക്ക് ഈ ഇതന്നെ എടുത്തോട്ട് പോവാം. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, നേരെ വണ്ടിക്കകത്ത് കയറ്. എടാ അത് വേണോ? എനിക്ക് പേടിയാവും. എന്തോന്ന് മേടിക്കാൻ? കയറി വാടാ മോനെ. നീ രാജു ആണെങ്കിൽ നീ ഉറപ്പായിട്ടും വരും. രാജു അല്ലെങ്കിലോ? നീ വരില്ല. എടാ പൊട്ടാ നമുക്ക് എത്രയും പെട്ടെന്ന് ഷിൻചാനെ ഉറക്കണം. നീ പറഞ്ഞ ശരിയാ. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനില്ലേ അവനെ പുറത്തിറക്കണം. അയാളെ പുറത്തിറക്കിയിട്ട് എയർപോർട്ടിൽ കൊണ്ടുപോകാൻ നമ്മളെ ബോസ് പറഞ്ഞു. ഓക്കെ ഇവിടെ 2 പോലീസുകാർ നിൽക്കുന്നുണ്ട്. എടാ രാജു നീ ഇവരൊക്കെ നോക്കിക്കോ. ഞാൻ അയാളെ പുറത്തിറക്കിയിട്ട് വരാം. ശരി. സാറേ ഞാൻ ജയിൽ പുള്ളിയൊന്ന് കാണാൻ പോവായിരുന്നു. ഓക്കെ ഗൈസ് ഇവിടെ ജയിൽ പുള്ളിയൊക്കെ നിൽക്കുന്നുണ്ട്. തന്നെ ക്ഷീണം വന്നേ. ഓ എന്റെ ബോസ് പറഞ്ഞിട്ടായിരിക്കും. അവിടെ ഒന്ന് പണ്ടിക്ക പറ, പോലീസുകാരായിട്ട് നമ്മൾ വിടത്തില്ല. അയാളെ കൊണ്ട് പോവാൻ പറ്റത്തില്ല. അത് താനാണ് അവിടെ തീരുമാനിക്കുന്നത്. ഇന്നെ പിടിച്ചോ. സ്റ്റിക്കി ബോംബല്ലേ ഇത്? ആക്ടിവേറ്റ് മെസ്സേജ് വരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാം. ഇന്നെ പിടിച്ചോ സാറേ. അല്ലടാ ആരവനെ മൂട്ടി ബോംബ് വെച്ചേ? എടാ നീ എന്നോട് പറഞ്ഞ അവന്മാരൊക്കെ നോക്കാൻ. അതുകൊണ്ട് ഞാൻ തന്നെ അവന്മാരെ മൂട്ടി ബോംബ് വെച്ച്. നീ അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ട് എത്ര പെട്ടെന്ന് പോ, അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് പ്രശ്നമാകും. അതുകൊണ്ടാ പറയണത്. ആടാ ഞാൻ അയാളെ കൊണ്ട് പോകാൻ ശ്രമിക്കാം. നീ അപ്പോൾ ഒരു കാര്യം ചെയ്യും, നേരെ അവന്മാരുടെ ബോഡിയൊക്കെ ക്ലിയർ ചെയ്തേക്ക്. ഞാനപ്പോൾ ഇയാളെ ഒന്ന് കൊണ്ടുപോട്ടെ. അവിടെ വേഗം വണ്ടി കയറി, അല്ലെങ്കിൽ ഇപ്പോൾ പോലീസുകാരെ വന്ന് നമുക്ക് സീനാവും. ഓക്കെ ഗൈസ് ഇയാളെ നമ്മൾ അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അവിടെ തനിക്ക് മലയാളം അറിയോ? എനിക്ക് കുറച്ച് അറിയാം. ഓ സൗണ്ട് ഇട്ട് അമേരിക്കക്കാരനാന്ന് തോന്നുന്നുണ്ട്. സാറേ ഐ ആം ഗോയിങ് ടു എയർപോർട്ട്. യു ആർ ഗോയിങ് ടു എയർപോർട്ട്? യെസ് സാർ, ഐ ആം ഗോയിങ് ടു എയർപോർട്ട്. അപ്പോ നമുക്കപ്പോ ഇവിടെ ചെയ്യണല്ലേ? വണ്ടി തുറക്കാം. എൻ്റെ അമ്മച്ചി, എൻ്റെ അമ്മോ. ഓ താങ്ക്സ്, ഞാൻ അവിടെ തന്നെ നോളാം. സാറിൻ്റെ ഇത്രയോട് വണ്ടി എടുത്ത് സ്ഥലം കേട്ടോ. അതിന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അയാൾ നമ്മളവിടെ വിട്ടിട്ടുണ്ട്. നമുക്കിനി നേരെ തൊമ്മൻ്റെ അടുത്തേക്ക് പോകണം. കാരണം ഇയാൾ മറ്റേ പോലീസിനെ പറയാൻ പറ്റില്ല, എപ്പോഴേലും വരും. നമുക്കപ്പില്ലേ അവനെയും കൊണ്ട് നമുക്ക് ഷിൻചാനെ ഒന്ന് ഇറക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ലേ? ഈ ഷിൻചാനെ ആൾ വെറുപ്പിക്കലാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ രാജു അവിടെ പോയി. അവിടെ സാറ് നിൽക്കണം, നമുക്ക് ആ സാറിനോട് ചോദിച്ചേക്കാം. സാറേ ഇവിടെ ഒരു ചെക്കൻ ഉണ്ടായില്ലേ? ഞാൻ നോക്കിയേക്കോട്ടെ. എടാ രാജു നീ എന്ത് ഇവിടെ? എടാ നൈസായിട്ട് പണിപ്പാളി, ഇയാള് ഫുഡ് അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം എന്നെ കണ്ട്. അപ്പോൾ ആൾക്ക് മനസ്സിലായി ഞാൻ ചെല്ലിപ്പുള്ളി എടുക്കാൻ വന്നത്. എടാ ശരിടാ. നീക്കിരുന്ന് കരയണ്ട. ഇന്നെ പിടിച്ചോ സാറേ, എൻ്റെ ചെക്കനോട് അറിയല്ലേ? ഇന്നെ പിടിച്ചോ. കുറേ നാളെ ഞാൻ ഓങ്ങി വെച്ചേക്കണ്. അയാൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. രാജു ഞാൻ ഈ സെല്ലൊന്ന് പൊട്ടിയത് വേണ്ടിയിട്ട്. ആടാ ആ സെല്ല് പൊട്ടിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറ്, നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. കേസ് നമ്മളിവിടെ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. എടാ നമുക്കിന്ന് എത്രയും പെട്ടെന്ന് ഷിൻചാനെ കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇല്ലേ അവന്മാരെ എന്ത് വേണമെങ്കിലും ഷിൻചാനെ ചെയ്യും. അതല്ലടാ എനിക്കൊരു പേടി, അവന്മാര് ഷിൻചാനെ എന്തെങ്കിലും ചെയ്യോ, അവന്മാര് ഷിൻചാനെ കൊല്ലുവോ, അതൊക്കെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് പിന്നെ അനിയനുണ്ടാവത്തില്ല, ആകെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എടാ കൊണ്ണ പേടിപ്പിക്കടാ, എനിക്കറിയാലും പേടിയായിട്ട് പോയ. എടാ ഇയാളൊന്ന് ലൊക്കേഷൻ അയക്കണ്, എൻ്റെ ഫോണിൽ ചെയ്യണോ? എടാ എന്റെ ഫോണിൽ തന്നെ. ഇയാള് പറഞ്ഞത് എന്റെ അമ്മച്ചി എവിടെയൊക്കെയാണ് നീ വണ്ടി ഓടിക്കണത്? എൻ്റെ എല്ലാം കൊടിഞ്ഞി. എടാ എനിക്കതിനും പറ്റിയ? എടാ എനിക്കൊന്നും പറ്റിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ വണ്ടി എടുത്ത് വേഗം പൊക്കോ.
ഞാൻ എണീറ്റ് വന്നോളാം. ശരി, ഞാൻ എന്തായാലും വണ്ടി എടുത്ത് പോവാ. എൻ്റെ പൊന്നെ, ആരാ എൻ്റെ ബാക്കിൽ? എടാ അത് ഞാനാടാ, രാജു. നീയായിരുന്നു. എനിക്ക് കാര്യം ചെയ്യും, എത്ര അവിടെ വണ്ടിക്കകത്ത് കയറി, നമുക്ക് ഷിൻചാനെ കണ്ടിട്ടുണ്ടോ? നീ പറഞ്ഞ ശരി, നമുക്കപ്പോ ഷിൻചാനെ കണ്ടുപിടിക്കണം. എനിക്ക് ശരിയാവില്ല. അവന്മാര് എന്തുകൊണ്ട് ഈ ഷിൻചാനെ ചെയ്യും? നമുക്കപ്പോ ഷിൻചാനെ എത്ര പെട്ടെന്ന് രക്ഷിക്കണം. അല്ലെങ്കിൽ അവന്മാര് ഷിൻചാനെ കൊല്ലു ചെയ്യും. എടാ ഇങ്ങോട്ട് വരാനോ പറഞ്ഞ നേരത്തെ? അയാള് പറഞ്ഞത് മറ്റേ ഇല്ലേ, മറ്റേ വില്ലേജിലേക്ക് തന്നെ പറഞ്ഞ. വില്ലേജില് എന്തിനാ പോണ്? അവിടെ എനിക്കൊന്ന് വില്ലേജിലേക്ക് ഒന്നുകൊണ്ട് മറ്റേ ഷിൻചാൻ ഉണ്ടാവാ. അങ്ങനെയാണെങ്കിൽ അവന്മാരെ പറയത്തില്ലല്ലോ. അവിടെ നീ പറഞ്ഞ ശരിയാ. നമുക്കപ്പോ ഇല്ലേ, എടാ നിക്ക്, ഇവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഏത് മുടിയും അപകടാ. അപകടോ? എനിക്കിവിടെ അപകടം കാണുന്നില്ല. എടാ ഒരു മിനിറ്റ്, എന്റെ കാലും എന്തുള്ള? എന്തുണ്ടല്ലോ എന്റെ അമ്മച്ചി. അല്ല, അവനോടെ പോയി. അവനെ കാണുന്നില്ലല്ലോ. അവനോടെ പോയി. നമ്മുടെ വണ്ടി കത്തിപ്പോയിട്ടാ. നമ്മളപ്പോ എങ്ങനെ തിരിച്ചു പോവും? ആരാടാന്ന് വിളിച്ച? ആരാട്? ഞാൻ ബോസ്. നീ നേരത്തെ വിളിച്ച ബോസ് തന്നെയാണ് ഞാൻ, അല്ലാണ്ട് വേറെ ഒരു മല്ലകൻ. ഇത് കണ്ട് ഇളഞ്ഞ പിടിച്ചിട്ട് പട്ടി ചെയ്യടാ. എടാ ഇങ്ങനെ പട്ടി മോങ്ങണ പോലെ മുങ്ങിക്കഴിഞ്ഞാൽ ആരും ഒന്ന് രക്ഷിക്കാനടാ. ഒരു കാര്യം ചെയ്യ്, നമ്മളിപ്പോ എന്ത് അവനെ കളത്തിലിളക്കി കഴിഞ്ഞു. നീയപ്പോൾ അവനെ രക്ഷിക്കാതിരിക്കുക എന്തുകൊണ്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ പറഞ്ഞ ടാസ്കിന് ചെയ്തു കഴിഞ്ഞു. നിന്നെ ഞങ്ങൾക്ക് ഷിൻചാനെ കാണിച്ചു തരാം. എടാ നീ എന്താ വിചാരിച്ചത് ഞങ്ങൾ കണ്ട് പിടിക്കുന്നു? പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോൾ പിടിക്കൂ. എടാ മാത്രം RPG. ഈ RPG നിങ്ങൾ ഷൂട്ട് ചെയ്യാനല്ല കൊണ്ടുവന്ന്. എന്തിനാണ് എപ്പോ നീ ഇത് കൊണ്ടുവന്നത്? സാറിന്റെ ഷിൻചാനെ എന്ത് വേണേ ചെയ്തു. പക്ഷെ എന്റെ ഷിൻചാനെ എടുത്തോട്ടേക്ക് അത് ഈ RPG എന്നെ പൊട്ടിച്ച് എനിക്കൊരു കുഴപ്പമില്ല. എനിക്കത് ഷിൻചാനെ വേണോ? എന്താണ് ഇങ്ങനെ പട്ടി പോണ പോലെ പോകുന്നത്? നീ അപ്പൊ ഒരു കാര്യം ചെയ്യും, ലെഫ്റ്റ് നോക്ക്. ഷിൻചാനെ നീ ഇന്നെന്തിനാണ് രണ്ടാൾക്ക് ഓടിച്ചേക്കണ്? അല്ല പിന്നെ എനിക്ക് എന്തിന്റെ കേടാ? ഇന്ന പിടിച്ചോ എന്റെ മെഷീൻ കണ്ടിന്റെ പവർ നിങ്ങൾക്ക് അറിയത്തില്ല. അല്ല പിന്നെ എന്റെ മെഷീൻ കണ്ടി പവർ അറിയത്തില്ല. ഷിൻചാനെ മാറിക്കോ. എന്റെ അമ്മച്ചി. എടാ എന്റെ പിള്ളേരെ തൊടോ നീയൊക്കെ? ആണെ തൊടും. നിന്റെ പിള്ളേരല്ല ആരോടെ ഞങ്ങൾ തൊടും. അയ്യോ ബോസ് രക്ഷിക്ക്. എടാ രക്ഷിക്കണ്ണ, അല്ലെങ്കിൽ എന്നെ കൊല്ലുവണ്ണ. എടാ നിന്നൊക്കെ ഞാനില്ലേ എന്ത് ചെയ്യും എന്റെ അമ്മച്ചി? എടാ നമ്മളെല്ലാവരും ഇവിടെ അടിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ബസ്സിൽ കയറി ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എൻ്റെ ബൈക്കാണെങ്കിൽ പൊട്ടി തെറിച്ചോല്. അപ്പന്മാർ ബോംബിട്ടിന് വണ്ടി പൊട്ടി തെറിപ്പിച്ചു. നമുക്ക് എത്രയും പെട്ടെന്നില്ലേ ഈ ഇവിടെ പോകണം. ഉണ്ടാടാ നാളെ പൂർണ്ണ വരുന്ന വഴിയും കാണും. നമുക്കപ്പോൾ ഇവിടെ നിന്ന് ബസ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 10:30 ബസ് വരാറുള്ളതാ. പക്ഷേ ഇപ്പോൾ 10 മണിയായി എന്നിട്ട് ബസ് വന്നില്ല. 11 മണിയായി എന്നിട്ട് ബസ് വന്നില്ല. എടാ ഷിൻചാനെ നീ എന്താ പറകിലോട്ടാക്കണ്? ഇതായിരുന്നു. എടാ നീ എത്രയും പെട്ടെന്ന് ബസ്സിൽ കയറ്. അല്ല നമുക്ക് എത്രയും പെട്ടെന്ന് പോവാ. ശരി നേരെ വിട്ടോ. എടാ കണ്ടക്ടറെ വെളി പോടാ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ലൈക്ക് അടി ഷെയർ സബ്. അപ്പോൾ ഗുഡ് ബൈ.